ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. മോദിക്ക് മൂന്നാം ഊഴം. ഇന്ത്യയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ധാരണയിൽ മുന്നണി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. മോദിയും അമിത്ഷായും തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതി അവസാനിക്കുകയാണ്. ഭരണത്തിൽ മുന്നണി മര്യാദകൾ ഇരുവരും പഠിക്കേണ്ടി വരും, പാലിക്കേണ്ടി വരും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും 2 തവണ പ്രധാനമന്ത്രിയായപ്പോഴും ആർക്കും വിധേയപ്പെടേണ്ട സാഹചര്യം മോദിക്കുണ്ടായിട്ടില്ല. തൻ്റെ ശരികൾ തീരുമാനമായി നടപ്പാക്കി ശീലമുള്ളയാൾ 2 കൂറ്റൻ നേതാക്കൾക്ക് വിധേയപ്പെട്ട് ഭരിക്കേണ്ട മൂന്നാം ഊഴം. ശക്തനായ മോദി ജനവിധി ഏൽപ്പിച്ച തിരിച്ചടിയിലൂടെ ദുർബലനായത് രാജ്യം കണ്ടുകഴിഞ്ഞു. മോദിയുടെ ഭരണത്തിൻ്റെ കടിഞ്ഞാൺ കൈവിടാൻ നിതീഷും നായിഡുവും തയ്യാറാവില്ല. അബദ്ധം കാട്ടി പണി വാങ്ങാൻ അവർ നവീൻ പട്നായിക്കല്ല. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ സുപ്രധാന റോൾ ഉറപ്പാക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അതനുസരിക്കുകയേ മോദിക്ക് കഴിയൂ. ഭരണത്തിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കൽ മോദിക്കോ RSSനോ അത്ര എളുപ്പമല്ല. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, ശ്രീനിവാസൻ കൃഷ്ണൻ കോൺഗ്രസ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP, അതുപോലെ തന്നെ M ജയചന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ കൃഷ്ണദാസിലേക്ക് വരികയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയുടെ ഒരു പൊതു പശ്ചാത്തലം നോക്കിയാൽ 303 സീറ്റുമായി BJP, പേരിനൊരു ഘടകകക്ഷിയുണ്ട്, ഇടയ്ക്ക് വെച്ച് അകാലിദളിനെ പോലൊരു ഘടകകക്ഷി പിരിഞ്ഞു പോകുന്ന സാഹചര്യം വന്നു, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 303 എന്ന നിലയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് 240 പതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഭരിക്കാനേ കഴിയാത്ത സാഹചര്യം വന്നു. അതുപോലെ തന്നെ വാരാണസിയിൽ പ്രധാനമന്ത്രിക്ക് തന്നെ മങ്ങിയ വിജയം ഉണ്ടാകുന്ന സാഹചര്യം നമ്മളെല്ലാം കണ്ടതാണ്. UPയിലെ വലിയ തകർച്ച, ഏറ്റവും വലിയ ആധിപത്യം, സർവാധിപത്യം ഉണ്ടായിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് BJPക്കുണ്ടായ വലിയ തകർച്ച, വലിയ തിരിച്ചടി മറുഭാഗത്ത്. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്നൊരു സാഹചര്യത്തിൽ NDA ഭരണം എന്നത് ഒരു മുന്നണി ഭരണം സംഭവിക്കാൻ പോകുമ്പോൾ മോദി തന്നെയാണോ നേതാവാകേണ്ടത്? എന്താ സംശയം ശരത്ത്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സഖ്യകക്ഷി സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടികളിലൊന്ന് BJPയാണ്. NDA മുന്നണി എത്രയോ കാലങ്ങളായി സഖ്യകക്ഷികളോടൊപ്പം ശക്തമായിട്ടുള്ള പ്രചരണവും പ്രവർത്തനവും സർക്കാരും എല്ലാം കൊണ്ടു നടന്നിട്ടുള്ള പ്രവർത്തന പരിചയവും നേതൃപാഠവും എല്ലാ കക്ഷികളെയും ഒരുമിച്ച് അവരുടെ ആശയത്തിനും അവരുടെ രീതിക്കും അവരുടെ സംവിധാനത്തിനും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള സംവിധാനമാണ് NDA. മാത്രമല്ല, ശരത്ത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾക്ക് വഴിപ്പെടേണ്ടി വരും BJP. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് BJP എത്രയോ ഘടകകക്ഷികളെ കാശ്മീരിൽ PDP അടക്കമുള്ള ഘടകകക്ഷികളോടൊപ്പം നിന്നുകൊണ്ട് ഭരണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് BJP. അതേ കാലഘട്ടങ്ങളിൽ തന്നെ നിരവധി രാഷ്ട്രീയ കക്ഷികൾ അതോടൊപ്പം തന്നെ BJPയോട് ആശയപരമായി NDA എന്നുള്ള ഘടകകക്ഷികളുടെ ആശയത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഭരിക്കുകയും മന്ത്രിസഭ കൊണ്ടുനടക്കുകയും ചെയ്തിട്ടുള്ള മന്ത്രിമാരും നേതാക്കന്മാരും നേതൃപാഠവുമുള്ള ആളുകളുമുള്ള സംഘടനാ സംവിധാനമുള്ളൊരു സംവിധാനമാണ് NDA എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യത്തിൽ താങ്കൾക്ക് കാര്യം വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, എൻ്റെ ചോദ്യം BJPക്ക് കഴിയുമോ എന്നല്ല. എൻ്റെ ചോദ്യം മോദിയാണോ അതിന് യോഗ്യൻ എന്നുള്ള ജനവിധിയുടെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ചോദ്യം. ഞാൻ താങ്കൾ സൂചിപ്പിച്ച എൻ്റെ ആമുഖത്തിൽ തന്നെ 2 തവണ പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചത് എന്നുള്ളത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല, നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും എങ്ങനെയാണ് മോദി ഗുജറാത്ത് ഭരിച്ചിരുന്നത് എന്നറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് വിധേയപ്പെട്ട് ഒരു കടിഞ്ഞാൺ അപ്പുറത്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഭരിക്കേണ്ടി വരുന്നൊരു മോദിയെ കാണാൻ പോകുന്നു. അതതിൻ്റെ ഒരു ഭാഗം. പക്ഷേ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചടി ഏറ്റു നിൽക്കുന്ന ഒരു നേതാവാണോ NDA മുന്നണിയെ ഇനിയും നയിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. BJP എന്നതിനപ്പുറത്തേക്ക് ആ നേതാവിലേക്കാണ് എൻ്റെ ചോദ്യം ആകെ വന്നിട്ടുള്ളത്. ശരത്ത്, ശ്രീ നരേന്ദ്രമോദിജി 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും BJPയോടൊപ്പമുള്ള ഘടകകക്ഷികളും NDAയിലെ കക്ഷികളുമെല്ലാം BJPക്ക് കേവല ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും, പ്രത്യേകിച്ച് താങ്കൾ ഉദ്ദേശിക്കുന്നത് JDU പോലെയുള്ള നിതീഷ് കുമാറിനെ പോലെയുള്ള ബഹുമാനീയരായിട്ടുള്ള നേതാക്കന്മാർ അവരടക്കമുള്ള ആളുകൾ ബീഹാറിലെ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ അറിയാമല്ലോ, BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിരുന്ന സമയത്തും ഞങ്ങൾ അവരുടെ
അവരുടെ പാർട്ടിയുടെ എല്ലാം പരിഗണനകൾ അനുസരിച്ച് അവർക്ക് അവസരങ്ങൾ നൽകുകയും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും എല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി. അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അതിനൊന്നും യാതൊരു തർക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവിശ്വാസത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി പരാജയപ്പെട്ടു എന്ന് താങ്കൾ പറയില്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് കുറവുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അല്ല ഈ തവണയും അങ്ങനെയല്ല, ജനവിധി ബി ജെ അങ്ങനെയല്ല പിക്ക് കൃഷ്ണദാസ്. അനുകൂലമാണ്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നല്ലോ. ബി ഇപ്പോ ജെ ഉണ്ടോ? പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടായിരുന്നു. ഉണ്ടോ? ബി ജെ പിക്ക് ഏറ്റവും വലിയ മാൻഡേറ്റ് കിട്ടിയ വർഷമാണ് കഴിഞ്ഞ 2019 അത് തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഈ ഉണ്ടോ? തവണ ഒറ്റക്ക് ഭരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല. അത് യെസ്. യാഥാർത്ഥ്യമാണല്ലോ. അതിനെ യെസ്. ആരെങ്കിലും തള്ളി പറയുന്നുണ്ടോ? അല്ല, അത് ഇല്ലല്ലോ. ബി തന്നെയാണ് ജെ പി തിരിച്ചടി എന്ന് പറയുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് നേരെ. അത് തന്നെയല്ലേ എന്തോ കൃഷ്ണദാസ് തിരിച്ചടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്? അത് തിരിച്ചടിയല്ലല്ലോ. രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെന്താണ്? ഒറ്റകക്ഷി ഇപ്പോഴും ബി ജെ പി മികവാണോ, തന്നെയാണ്. മുന്നേറ്റമാണോ? രാജ്യത്തെ നിങ്ങൾ പറഞ്ഞത് എത്രയാണ്? 400 സീറ്റ്. ആ ഹിന്ദി പോലും നമ്മളെല്ലാവരെയും ശീലിപ്പിച്ചു. 400 പാർ എന്ന നിലയിൽ 400ലേക്ക് അതിനനുസരിച്ച് എക്സിറ്റ് പോളുകളും എല്ലാം ഉണ്ടാക്കി. പക്ഷേ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞപ്പോൾ നോക്കൂ, കേവല ഭൂരിപക്ഷം പോലുമില്ല, ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമില്ല. മുമ്പ് എൻ ഡി എ മുന്നണി ഉണ്ട്, സംശയമൊന്നും വേണ്ട. 303 സീറ്റുകൾ ബി ജെ പിക്കുള്ളപ്പോൾ 47 സീറ്റുകൾ ഘടകകക്ഷികൾക്കാണ്. അങ്ങനെ 350ൻ്റെ പിന്തുണയാണ് എൻ ഡി എക്കുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണദാസ് പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ ആ ഘടകകക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നയപരമായി ഒരു വിമർശനം ഉന്നയിച്ച് അതതിൻ്റെ ഘടകകക്ഷികളുടെ തീരുമാനം എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു മുന്നണി ഭരണത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല. പകരം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിരുന്നു. 303 സീറ്റുണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കാം. അകാലിദൾ തന്നെ ഇടയ്ക്ക് പിണങ്ങിപ്പോയല്ലോ, കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചല്ലോ. എന്തുകൊണ്ടാണ്? ബി ജെ പി അവരുടെ പ്രശ്നത്തെ, അവരുന്നയിച്ച ആവശ്യത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതായിരുന്നു സമയം. ഇനിയത് കഴിയില്ല. പകരം നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും കൂടി ചേരുമ്പോൾ 12, 16, 28 പേരുണ്ട്. അത് നിർണായകമാണ് ഈ ഒറ്റ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ, ഈ സർക്കാരിനെ നിലനിർത്താൻ. ശ്രീകൃഷ്ണദാസ്, ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ എങ്ങനെ ഭരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചും അതായത് കേവല ഭൂരിപക്ഷത്തിലുള്ള ഒരു സർക്കാരിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ ആ ഭരണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും സുവ്യക്തമായിട്ടുള്ള ധാരണകളുള്ള പാർട്ടിയാണ് ബി ജെ അത് പി. ശരിയാണ്. അത് ഒരു രണ്ടാണ്. സഖ്യം എന്നുള്ള നിലക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ കേട്ടില്ല. അത് രണ്ട് തന്നെയാണ്. ഇപ്പം ക്ലിയറായി. ഇതുവരെ അത് വേണ്ടി വന്നിരുന്നില്ല മോദിക്ക്, ഇനി അതിന് ശീലിക്കേണ്ടി വരും. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല. ഒരു സഖ്യകക്ഷി എന്നുള്ള നിലക്കുള്ള സർക്കാരുകൾ ഏത് സമയത്താണെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദകളെ സംബന്ധിച്ചും സഖ്യകക്ഷികൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും ആ കക്ഷികളെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും എല്ലാം കൃത്യമായ ധാരണയുള്ള സംവിധാനമാണ് എൻ ഡി എ എന്ന് പറയുന്നത്. അതിലൊരു ധാരണ പിശക് ഞങ്ങൾക്കില്ല. അങ്ങനെ അങ്ങ് പറയുന്നത് അകാലിദൾ ഞങ്ങളുടെ പാർട്ടിയെ വിട്ടുപോയി അല്ലെങ്കിൽ എൻ ഡി എ വിട്ടുപോയി എന്നുള്ള അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചാബുമായി ബന്ധപ്പെട്ടും കർഷക സമരവുമായി ബന്ധപ്പെട്ടും എല്ലാം ഉയർന്നു വന്നിട്ടുള്ള പല കാരണങ്ങളും അതിന്റെ ഭാഗമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ. എത്രയോ കക്ഷികൾ വരുന്നു, എത്രയോ കക്ഷികൾ പോകുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനെല്ലാം മാനിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭരണം നടത്താനുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള പാർട്ടിയും മുന്നണിയും അത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്, ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അതിനൊരു സംശയവും ആ കാര്യത്തിനകത്തില്ല. ഇപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നില്ലേ? വോട്ട് ശതമാനം ബി ജെ പിക്ക് വർദ്ധിച്ചില്ലേ? ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ ബി ജെ പി 3-ാം സ്ഥാനത്തായിരിക്കും എല്ലാ മണ്ഡലത്തിലും എന്ന് പറഞ്ഞെടുത്തുനിന്ന് ബി ജെ പിയുടെ വോട്ട് വർധന എത്രയാണ് എന്നുള്ളത് ആശങ്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ചർച്ച ചെയ്യപ്പെട്ട സ്ഥിതി ഉണ്ടായില്ലേ? പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 400 സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനവും അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണവും ജനങ്ങളിലേക്ക് ഞങ്ങൾ വെച്ചിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസവും രാഷ്ട്രീയവും അതിനെ ശ്രീ ശരത് അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചില്ലേ? 400 സീറ്റുകളിലേക്ക് ബി ജെ പിയും എൻ ഡി എയും എത്തും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ആ ചർച്ച രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ ഏറ്റെടുത്തില്ലേ? അതിപ്പോ ഞങ്ങൾ 300ലേക്ക് എത്തിയുന്നില്ലേ? ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന്. ശരി, ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോട്ടെ. രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പോകാം. ശരത്തടക്കമുള്ളവർ അംഗീകരിച്ചില്ലേ എന്നാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് എത്തില്ല എന്നൊരു നിലപാട് ചർച്ചകളിൽ നിരന്തരം എടുത്തയാളാണ്.
ആ നിലയിൽ തന്നെ ഒരു സാഹചര്യം BJPക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല, കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നിരീക്ഷണത്തിനോടൊപ്പം അതിനാണ് വലിയ സാധ്യത എന്ന് കരുതിയ ആൾ തന്നെയാണ് ഞാൻ. ആ പറഞ്ഞ നിലയിൽ മാത്രമേ BJPക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അകാലിദൾ പിണങ്ങിപ്പോകുമ്പോൾ എന്ത് കാരണം കൊണ്ടാവട്ടെ, കാരണം എന്തായാലും ഉണ്ടാവുമല്ലോ, അല്ലാതെ പിണങ്ങിപ്പോവില്ലല്ലോ, അല്ലെങ്കിൽ ഭരണം വേണ്ടാന്ന് വെക്കില്ലല്ലോ. അങ്ങനെ ഈ കൂട്ടത്തിൽ ഇത്തവണ നായിഡുവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ഒരു നിലപാടെടുത്താൽ എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാൻ BJPക്ക് ആർജവമുണ്ടോ? കഴിയില്ല. കാരണം അവർ എന്തൊക്കെ തരത്തിൽ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നോ, ആവശ്യങ്ങൾ വെക്കുന്നോ, അത് പരിഗണിച്ച് അത് അതേ നിലയിൽ പരിഗണിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിനനുസരിച്ച് അവർ കൂടി സ്വീകാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ മോദി നിർബന്ധിതനായ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതാണ് ഈ ഭരണത്തിൽ വന്ന മാറ്റം. അതുതന്നെയാണ് രാജ്യം വലിയ തോതിൽ ആഗ്രഹിച്ചതും. BJP ഭരണം ആ നിലയിൽ ഒറ്റയ്ക്ക് ഭരിക്കേണ്ട എന്ന് ജനം തീരുമാനിച്ചെന്നേ. ഞാൻ ശ്രീനിവാസൻ കൃഷ്ണനിലേക്ക് വരുന്നു, അതിനുശേഷം ശ്രീ VPP മുസ്തഫയിലേക്കും. നമ്മളിപ്പോൾ ഞങ്ങൾ തമ്മിലിപ്പോൾ സംസാരിച്ച രണ്ട് വിഷയങ്ങളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ അതിനെ രണ്ട് തന്നെ ആക്കാം, രണ്ടായിട്ട് തന്നെ എടുക്കാം. അതായത് NDA യോഗം ചേർന്നു, ഇന്ത്യ മുന്നണിയുടെ യോഗം വൈകിട്ട് ചേർന്നു. തേജസ്വിയെ പോലെയുള്ള നേതാക്കളൊക്കെ ഇന്ത്യ മുന്നണി സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അതിനേക്കാൾ ശരിയായ വഴി ഒരു ശക്തമായ പ്രതിപക്ഷമായിരിക്കുക എന്നത് തന്നെയാണ്. അതെന്തും ആവട്ടെ, ഇവിടെ NDA ഭരണം എന്നത് ആ യോഗത്തിന് ശേഷം ധാരണയായി നിലവിലെ സർക്കാർ രാജിവെച്ചു, വീണ്ടും മോദിയെ തന്നെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. അതിനനുസരിച്ച് സർക്കാർ രൂപീകരണ ധാരണകളിലേക്ക് ആ മുന്നണി പോകുന്നു. ഈ വിവരങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ആ വിവരങ്ങളിൽ നിന്നുള്ള എൻ്റെ ഒരു ചോദ്യം, നേരത്തെ ശ്രീ കൃഷ്ണദാസിനോട് ചോദിച്ചതുപോലെ, അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കാൻ BJP നിർബന്ധിതമായിരിക്കുന്നു. മറ്റവരുടെയൊക്കെ താല്പര്യങ്ങൾ കേട്ട് അവരെയും പരിചരിച്ച് അവരുടെയും നിലപാടുകളൊക്കെ കേട്ട് ഒരു സർക്കാർ രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് BJP എത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ മോദി തന്നെയാണോ വീണ്ടും നേതാവാകേണ്ടത് ആ സർക്കാരിൻ്റെ, ആ മുന്നണിയുടെ എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ടല്ലോ. അതിലെന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ശ്രീ ശരത്, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ രാജ്യത്ത് നടന്നിരുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും അധികാര സാധാരണ ജനങ്ങളെയും മറന്നുകൊണ്ടിട്ടുള്ള ഒരു ഭരണമായിരുന്നു നടന്നിരുന്നത്. അതിന് ജനം നൽകിയ അടിയാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കിട്ടിയിരിക്കുന്നത്. അത് രാജ്യത്തൊരു വളരെ നല്ല കാര്യമാണ്. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വം, അല്ലെങ്കിൽ പാർലമെന്ററി സൂപ്രമസി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായ പത്രസ്ഥാപനങ്ങൾ, ഇതിനെയൊക്കെ അടിച്ചമർത്തി ഒരു ഏകാധിപത്യ പ്രവണതയിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം തീർത്തും, അതുപോലെ തന്നെ രാജ്യത്തെ മുഖ്യധാരയിൽ നിന്ന് ഒരു 200 ദശലക്ഷത്തിലധികം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി രണ്ടാന്തരം പൗരന്മാരാക്കി രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ എല്ലാം, അത് ഭക്ഷണത്തിലായാലും ശരി, ഭാഷയിലായാലും ശരി, ആഹാരത്തിലായാലും ശരി, രാഷ്ട്രീയ കാഴ്ചപ്പാടിലായാലും എല്ലാം അടിച്ചമർത്തി ഞാൻ മാത്രം, എൻ്റെ പാർട്ടി, ഞാൻ മാത്രം ഈ രാജ്യത്തെ നേതാവ് എന്ന ശൈലിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ജനം നൽകിയ ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. രണ്ടാമത്, സാമ്പത്തിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ വെറും ഈ രാജ്യത്തെ ധനാഢ്യന്മാരെ ശതകോടീശ്വരന്മാരാക്കി മാറ്റുക എന്നല്ലാതെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടപടി സ്വീകരിക്കുകയോ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കോൺഗ്രസ് വക്താവ് രാജ്യമെമ്പാടുമുള്ള ഇന്ത്യയുടെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേതാക്കൾ മുഴുവൻ എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറയൂ, നിങ്ങൾ തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യൂ, നിങ്ങളിവിടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യൂ. ഇതൊന്നും പ്രശ്നം ചെയ്യാതെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ഈ മതത്തിന്റെയും മറ്റും ജാതിയുടെയും വേർതിരിവ് നടത്തി അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഏകാധിപത്യ പ്രവണതയോടുകൂടി മുന്നിട്ട് പോയപ്പോൾ ഈ രാജ്യത്തെ ശക്തരായ സാധാരണ ജനങ്ങൾ ശക്തമായൊരു സന്ദേശം നൽകിയതാണ് ഇന്ന് നാം ഈ നരേന്ദ്രമോദി 400 സീറ്റ് എന്ന് പറഞ്ഞത് വെറും NDA മുന്നണിയെ 300-ൽ താഴെ 292 സീറ്റിലേക്ക് ഒതുക്കിയത്. ഒന്നും വേണ്ട, 5 ലക്ഷത്തോളം വോട്ടിന് ജയിച്ച ശ്രീ നരേന്ദ്രമോദി വാരാണസി മണ്ഡലത്തിൽ പല സമയത്തും വോട്ടെടുമ്പോൾ പിന്നിലായിരുന്നു. വിശ്വസിക്കാൻ സാധിക്കുമോ? അവസാനം കഷ്ടി 1.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. സാധാരണക്കാരനിടയിൽ ഭാരത് ജോഡോ യാത്ര നടത്തി അവന്റെ കണ്ണീരും അവന്റെ വിഷമങ്ങളും മനസ്സിലാക്കിയ ശ്രീ രാഹുൽ ഗാന്ധിയെ 3 ലക്ഷം, ഓൾമോസ്റ്റ് 4 ലക്ഷം വോട്ടിനാണ്, UP-യിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ജനം ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് 99 സീറ്റേ എത്താനായുള്ളൂ. ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ ജനാധിപത്യവും
അപ്പോഴും കോൺഗ്രസിന് ബി ജെ പിയെ ആ 250 നിലയിൽ സീറ്റ് താഴോട്ട് എന്തായാലും കൊണ്ടുവരണമെങ്കിൽ, ഭരണം തന്നെ ഇല്ലാതാക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുമ്പോൾ അതിൽ കോൺഗ്രസ് വേണ്ടതുണ്ട്. കോൺഗ്രസിന് നല്ലൊരു ഷെയർ ഉണ്ടാവേണ്ടത്. ആ ഷെയറിലേക്ക് കോൺഗ്രസും എത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് പോലും ഇല്ല. ശ്രീ ശരത്തെ, ഈ 90-80 എന്നുള്ളത് ഞാൻ കുറച്ചായിട്ടും കാണുന്നില്ല, വലുതാക്കിയും കാണുന്നില്ല. പക്ഷെ ശക്തമായി ഞാൻ ഇതിനകത്ത് പറയുന്നത്, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീ ഖാർഗെയും മറ്റും നയിച്ച ഇന്ത്യ മുന്നണി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ വിഷമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും, അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വൻ ജനപിന്തുണ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സന്ദേശം ഒന്നേ ഉള്ളൂ. അത് സംസ്ഥാനത്ത് ഇവിടെ കേരളത്തിൽ പ്രതിഫലിച്ച റിസൾട്ട് ആണെങ്കിലും ശരി, കേന്ദ്രത്തായാലും ശരി, സാധാരണ ജനങ്ങളെ മറന്ന് ധിക്കാരപൂർവമായ ഒരു ഭരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനം അതിനെ അനുവദിക്കില്ല. അത് ശക്തമായ ഒരു ജനാധിപത്യ സന്ദേശമാണ്. അഭിമാനം കൊള്ളണം നാം അതിനകത്ത്, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കുറിച്ച്. റൈറ്റ്. ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്കാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ജനവിധിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചർച്ചയിൽ സ്വാഭാവികമായും BJPക്ക് അത് അംഗീകരിച്ചു തരാനും കഴിയില്ല. ഞങ്ങൾക്ക് വീണ്ടും സർക്കാരുണ്ടല്ലോ എന്ന് പറയാം. അപ്പോഴും ഒരു കാര്യമുണ്ട്, ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3-ാം ഊഴം നേടുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്നുണ്ട്. ശ്രീ VPP മുസ്തഫ, അങ്ങനെ നോക്കിയാൽ സാഹചര്യത്തിനനുസരിച്ച് ആ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ നേതാക്കൾക്കുള്ളത്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുള്ളപ്പോൾ ആ പാർട്ടിയുടേതായ ഭരണം നടത്തുക. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഘടകകക്ഷികളെ കൂടി മുഖവിലക്കെടുത്ത് അവരെയും കേട്ട് ആ നിലയിലൊരു മുന്നണി ഭരണം നടത്താനാണ് ജനം ആവശ്യപ്പെടുന്നത് എങ്കിൽ അതിന് വിധേയപ്പെടുക എന്നുള്ളതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ആ നിലയ്ക്ക് മോദി പരുവപ്പെടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം മോദിയെപ്പോലൊരു രാഷ്ട്രീയ നേതാവിന് ഇനിയിപ്പോൾ നായിഡുവിനും നിതീഷ് കുമാറിനും ഒക്കെ വിധേയപ്പെട്ട, അല്ലെങ്കിൽ ആ മുന്നണിയും ആ പാർട്ടികളുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു NDA ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ മൂർച്ച അല്പം കുറഞ്ഞുവെന്ന് തോന്നിപ്പിക്കാം അവരെ. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും മുന്നോട്ട് പോകാവുന്നൊരു മോദിയെ അദ്ദേഹം അവതരിപ്പിച്ചാൽ, അതിനനുസരിച്ചുള്ളൊരു വൈഭവം അദ്ദേഹം കാണിച്ചാൽ മോദിക്ക് മോദിയുടേതായ രാഷ്ട്രീയത്തെ ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമല്ലോ. നമ്മൾ ഈ ജനവിധിയുടെ കൃത്യമായ ഒരു ദിശാസൂചിക മനസ്സിലാക്കണം. അതുപോലെ മോഡി എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ഇമേജ് സൃഷ്ടി, അതിനുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയെയും തിരിച്ചറിയണം. കഴിഞ്ഞൊരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം തൊട്ട് ഈ സമയം വരെയും അധികാര കസേര വിട്ടൊഴിയാതെ തുടർച്ചയായി ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളെയും ശരിയാം വിധം, അതിന്റെ എല്ലാ ദൗർബല്യങ്ങളെയും മുതലെടുത്ത്, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ ദൗർബല്യങ്ങളെയും മുതലെടുത്ത് അധികാരത്തെ ശരിയായ നിലയിൽ ആസ്വദിക്കുന്ന ഒരു നേതാവാണ്. അതിന്റെ ഏറ്റവും ബീഭത്സമായ രൂപമാണ് അദ്ദേഹത്തിന്റെ 2ാം ടേമിലെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം മോഡി എന്ന് പറയുന്ന ഒരു നേതൃബിംബത്തെ എങ്ങനെയാണ് രാജ്യത്ത് ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത്, അതിന്റെ അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ഈ വിധിയെ കാണുമ്പോഴാണ് മോഡി വിറക്കുകയും ഇന്ത്യ ജ്വലിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ജൂൺ മാസം 2-ാം തീയതി സന്ധ്യയോടുകൂടി തുരുതുരാ എക്സിറ്റ് പോളുകൾ വന്നല്ലോ. 1 ഡസനോളം എക്സിറ്റ് പോളുകൾ മോഡിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച വിജയം 350 സീറ്റ് പ്ലസ് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. അങ്ങനെ മോഡിക്ക് വേണ്ടിയിട്ട് എക്സിറ്റ് പോളുകൾ ഇറങ്ങിയ നാട്ടിലാണ് ജനങ്ങൾ ഇപ്പൊ വിധി പറഞ്ഞിരിക്കുന്നത് മോഡിയോട് എക്സിറ്റ് ആവാൻ വേണ്ടി. അതാണ് മനസ്സിലാക്കേണ്ടത്. BJP ശരിയാവണ്ണം ഉൾക്കൊള്ളേണ്ടത്, മോഡി ഉൾക്കൊള്ളേണ്ടത് ഈ വിധിയുടെ ആ സൂചനയാണ്. കേവലമായിട്ട് തൽക്കാലം ഈ കേവല ഭൂരിപക്ഷം ഈ ഘടകകക്ഷികളെല്ലാം കൂട്ടി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളിടത്തല്ല. സാധാരണ തെരഞ്ഞെടുപ്പുകളിലെ വിധി നിർണയത്തെ പോലെ ലഘൂകരിച്ച് കാണരുത് ഇതിനെ. ഇവിടെ മോഡി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്രം മുഴുവൻ എങ്ങനെയായിരുന്നു, അതിന്റെ കുന്തമുന മുഴുവൻ എങ്ങനെയായിരുന്നു, പോയിന്റ് ഓഫ് സെന്റർ ഏതായിരുന്നു? മോഡി മാത്രമായിരുന്നല്ലോ. BJP എന്ന് പറയുന്ന പാർട്ടിയില്ല, അതിന്റെ മറ്റു നേതാക്കളെ പരിഗണിക്കുന്നില്ല, നിങ്ങളുടെ വികസന അജണ്ടകളില്ല, എല്ലാം മോഡി ഗ്യാരണ്ടി. അങ്ങനെ മോഡി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ നേരിട്ട് പ്രസംഗിക്കുന്ന, അങ്ങനെ മറ്റുള്ളവർ മോഡി ഗ്യാരണ്ടി എന്ന് പറയുകയല്ല, അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാർ അല്ലെങ്കിൽ സഹനേതാക്കൾ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നതല്ല.
മോഡി തന്നെ സ്വയം, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണല്ലോ ആരംഭിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം. എത്ര തവണയാണ് തൃശ്ശൂർ പ്രസംഗത്തിൽ അദ്ദേഹം മോഡി ഗ്യാരണ്ടി എന്ന് എടുത്തു പറഞ്ഞത്? അങ്ങനെ സ്വയം ഒരു പിന്നെ എന്തോ ഒന്നാണ് എന്ന് തോന്നുക. അത് അവസാനം ചെന്നെത്തിയത് അങ്ങനെ എവിടെയാ? അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ 10 വർഷമായിട്ട് കാര്യമായിട്ട് മാധ്യമങ്ങളെ പരിഗണിക്കാതിരുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആഴ്ചകളിൽ ഏതാണ്ട് 1 ഡസനിലധികം അഭിമുഖങ്ങൾ നൽകി മാധ്യമങ്ങൾക്ക്. അവസാനത്തെ അഭിമുഖങ്ങളിൽ ഒന്നിൽ പറയുന്നത് എങ്ങനെയാ ശരത്തെ? ഞാനൊരു ആൾ ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവം നൽകിയ ഒരു പ്രത്യേക ജന്മമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2014 ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുമ്പോൾ മോഡി പറഞ്ഞത് ഞാനൊരു സെർവന്റ് ആണ്, ജനസേവകനാണ് എന്നാണ്. 2019 5 വർഷത്തെ കസേരയിൽ ഇരുന്നിട്ട് പിന്നെ മോഡി പറഞ്ഞത് ഞാനൊരു ചൗക്കീദാറാണ്, കാവൽക്കാരനാണ് എന്നാണ്. പക്ഷേ 2024 എത്തിയപ്പോൾ ഈ അധികാരത്തിന്റെ മത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു ജന്മമല്ല, ഞാൻ ദൈവം തന്ന ഒരു പ്രത്യേക ജന്മം, അവതാരം പോലെ എന്തോ ഒന്നാണ് എന്നുള്ള മട്ടിലല്ലേ? ദൈവം എന്ന വാക്ക് അദ്ദേഹം ഞാൻ സ്വയം അതാണ്, ഐ ആം എ ഗോഡ് ഇറ്റ് സെൽഫ് എന്ന് പറയാതിരുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോ അങ്ങനെ അഹങ്കാരവും ധാർഷ്ട്യവും അധികാരം ഇങ്ങനെ തലക്ക് മത്ത് പിടിപ്പിച്ച ഒരാൾ, അയാളിലേക്ക് മാത്രം പ്രചരണമാകെ കേന്ദ്രീകരിപ്പിച്ച BJP, അവിടെയാണ് നേരത്തെ ശ്രീനിവാസൻ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വാരണാസിയിലെ വിധി പ്രഖ്യാപനത്തെ പോലും കാണേണ്ടത്. എന്താ UP-യുടെ സ്ഥിതി? മോഡിയും യോഗിയും അല്ലാതെ ഇനി മറ്റൊന്നില്ല UP-യിൽ. ഞങ്ങളുടെ അജയ്യമായ തേരോട്ടമായിരിക്കും എന്ന് പറഞ്ഞ UP-യിലല്ലേ സാക്ഷാൽ മോഡി നിന്ന് വിയർത്തത്. 3 റൗണ്ടിൽ 14,000 വോട്ടിനോളം പിറകിലോട്ട് പോയി. കോൺഗ്രസിന്റെ സംഘടനാശേഷിയും ജനപിന്തുണയും UP-യിൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ എത്രയോ കുറഞ്ഞിരിക്കുകയായിരുന്നു. വലിയ തിരിച്ചടി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ തോൽക്കേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ട ഒരു നാട്ടിൽ അവിടത്തെ അങ്ങനെ സംഘടനാപരമായും സ്വാധീനത്തിന്റെ കാര്യത്തിലും ദുർബലമായിരിക്കുന്ന കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മുന്നിൽ, ഒരു സാധാരണ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ ഇതുപോലെ കെട്ടിപ്പൊക്കിയ ഇമേജ് ഉള്ള ഈ ഞാനൊരു ദൈവത്തിന്റെ പ്രത്യേക ജന്മമാണ് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ നിന്ന് വിയർക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായില്ലേ? അവിടെയാണ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യം BJP-യോട് ചോദിക്കേണ്ടി വരുന്നത്. ഈ മോഡിയെ തന്നെയാണോ നിങ്ങൾ ഈ പ്രവണതയെല്ലാം കാണുമ്പോൾ പ്രധാനമന്ത്രിയായ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് എന്നുള്ളത്? കാരണം നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ മോഡി ഇമേജും മോഡി പ്രഭാവവും തകർന്ന് വീണിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ ജനവിധിയുടെ ശരിയായ രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളാൻ BJP-ക്ക് ആവേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ശരത്തെ, ഇവിടെ BJP പ്രതിനിധി ശ്രീ കൃഷ്ണദാസ് അവരെന്തോ ഈ ഘടകകക്ഷികളെ പരിഗണിക്കുന്നതിൽ വലിയ മെയ്വഴക്കമുള്ളവരാണ്. ശരി, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അകാലിദൾ പോയത് നമുക്ക് മനസ്സിലാക്കാം, ചെറിയ കാലത്തെ ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ശിവസേനയുമായി നിങ്ങളുടെ ബന്ധം അങ്ങനെയല്ലല്ലോ. ദീർഘകാലമായിട്ട് നിങ്ങളുടെ തന്നെ ഒരു പ്രത്യയശാസ്ത്ര പരിസരം പങ്കിടുന്ന പാർട്ടിയായിരുന്നല്ലോ ശിവസേന. RSSന്റെയും BJP-യുടെയും ഐഡിയോളജിക്കൽ ബേസിൽ നിന്നാണല്ലോ ശിവസേനയും നിൽക്കുന്നത്. ആ ദീർഘകാല ബന്ധം നിങ്ങളോട് ആശയപരമായിട്ട് തന്നെയുള്ള ശിവസേനക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നത് എങ്ങനെയാ? ശിവസേന നിങ്ങളെ വിട്ടുപോകേണ്ടി വന്നത് എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് ഈ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് വലിയ മെയ്വഴക്കമുണ്ട് എന്നൊന്നും പറയരുത്. നിങ്ങളുടെ ഈ അധികാരത്തിന്റെ മത്ത് നിങ്ങളുടെ ഉറ്റ ബന്ധുവിന് പോലും നിങ്ങളെ എങ്ങനെയാണ് മൊഴി ചൊല്ലേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കാണേണ്ടതുണ്ട്. ഞാൻ ശ്രീ M. ജയചന്ദ്രനിലേക്കാണ്. ശ്രീ M. ജയചന്ദ്രൻ, നമുക്ക് ഏതായാലും ഈ ജനവിധിയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുതിയ സർക്കാർ വരുന്നതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ആലോചനകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറേയേറെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തന്നെയാണ്. പിന്നെ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് 7 സീറ്റുമുണ്ട്, മറ്റവർക്ക് 2 പേർക്കും കൂടി 28 സീറ്റുമുണ്ട്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ മുന്നണിക്ക് വരെ കൂടിയേ തീരൂ. ഇപ്പോൾ തന്നെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇനി വരാൻ പോകുന്നൊരു സർക്കാരിനെ സംബന്ധിച്ച് അത് ഏതാണ്ട് BJP-ക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷായും ചേർന്ന് എല്ലാം തീരുമാനിച്ചോളൂ എന്ന മനോഭാവത്തോടുകൂടി വരാൻ പോകുന്നൊരു സർക്കാരിന് ഒപ്പം നിൽക്കുന്ന ആളുകളായി ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും മാറും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
തൽക്കാലത്തേക്കെങ്കിലും അവർക്ക് മറ്റു വഴിയില്ല എന്നുള്ളതാണ് ശരത്തെ അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് വരുന്ന ഒരു വർഷത്തിനകം മാറും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിലെ പരിമിതി, പ്രധാനപ്പെട്ട പരിമിതി അതാണ്. അങ്ങനെ ആയിരിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയുമാണ്. എന്തെന്നാൽ ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, ആരോടാണ് ആൻസറബിൾ ആയിട്ടുള്ളത് എന്ന ചോദ്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 പേരോടെ അക്കൗണ്ടബിലിറ്റി ഉള്ളൂ, ആൻസറബിൾ ആവുന്നുള്ളൂ. അത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് മോഹൻ ഭാഗവതിനോടാണ്, RSS ചീഫിനോടാണ്, സർസംഘചാലകനോടാണ്. 2 സ്വന്തം വിശ്വസ്ത അനുചരനും സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള അമിത്ഷായോടാണ്. ഈ 2 പേരോടും കഴിഞ്ഞാൽ BJP എന്ന പാർട്ടിയോട് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി പിന്നെ ഒരു കാര്യത്തിലും BJP എന്ന പാർട്ടിയല്ല പരിഗണിച്ചിട്ടുള്ളത്. JP നഡ്ഡയൊക്കെ ആൾപേരിനെ കസേര ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ നഡ്ഡയോടൊക്കെ അമിത്ഷാ ഒരു കുറിപ്പടി കൊടുത്താൽ അത് അംഗീകരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. സംഘടനാ സംവിധാനം എന്നുള്ള നിലയ്ക്കോ പാർലമെൻ്ററി പാർട്ടി എന്നുള്ള നിലയ്ക്കോ ഗവൺമെൻറ്റിലും പാർട്ടിയിലും നരേന്ദ്രമോദി ഈ പാർട്ടി സംവിധാനങ്ങളെ ഒന്നും പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ 10 വർഷക്കാലം. അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിൻഡ് RSS ജയചന്ദ്രൻ, അത് നമ്മൾ അദ്ദേഹം രാജ്യത്തിനത് കണ്ട് നല്ല ശീലമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു 3ാം വട്ടം വരുമ്പോൾ അദ്ദേഹം നയിക്കാൻ പോകുന്നത് പൂർണ്ണമായും ഒരു മുന്നണി സർക്കാരിനെയാണ്. ആ മുന്നണി സർക്കാരിൽ നിതീഷ് കുമാറും അതുപോലെ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ കുറെ കൂടി വരാൻ പോകുന്നൊരു മാറ്റത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് കൃത്യമായ വിലപേശൽ നടത്തി താക്കോൽ സ്ഥാനങ്ങൾ വാങ്ങിച്ചെടുത്ത് ഈ സർക്കാർ തങ്ങളെ ശ്രദ്ധിച്ചും മാനിച്ചും ഗൗനിച്ചും മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ എന്നൊരു മെസ്സേജ് കൊടുക്കാൻ ഇരു നേതാക്കളും തയ്യാറാകുന്നുണ്ടോ വരുന്ന വാർത്തകൾ വെച്ച്? ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം കഴിഞ്ഞുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞോളൂ. അത് അക്കാര്യത്തിൽ ഏറ്റവും പിന്നെ ഈ എന്താണ് രാഷ്ട്രീയ വൈഭവം മുൻപ് തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ചന്ദ്രബാബു നായിഡു. കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസിൻ്റെ കാലത്ത് അദ്ദേഹം ആന്ധ്രയ്ക്ക് വേണ്ടി നേടിയെടുത്ത് എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളുടെ മുമ്പിൽ ഇനി പറയേണ്ടാത്ത വിധം ചരിത്രങ്ങൾ വ്യക്തമായി കിടക്കുകയാണല്ലോ. ബാംഗ്ലൂർ IT ഹബ്ബായിരുന്ന ബാംഗ്ലൂരിനെക്കാളും മികവോടുകൂടി തൻ്റെ നാട്ടിലേക്ക് IT ഹബ്ബ് കൊണ്ടുവരുന്നതിന് ബിൽഗേറ്റ്സിനെ വരെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെന്യൂറിൽ ചെയ്യുന്നത് മുൻപ്. അപ്പോൾ അതേ വൈഭവത്തിൽ തന്നെയാണ് നായിഡു ഇത്തവണയും പിന്നെ കാര്യങ്ങൾ നീക്കാൻ തയ്യാറാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നായിഡുവിൻ്റെ ശീലം അങ്ങനെയാണ്. അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ഇപ്പം തന്നെ എന്തൊക്കെയോ ഡിമാൻഡുകൾ വെച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. ഈ തൻ്റെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി, ഹൈദരാബാദിന് പ്രത്യേക പദവി വേണം, ഇതൊക്കെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രി പദം വേണം എന്നുള്ള വാദം വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ബാർഗെയിനിങ് പൊളിറ്റിക്സിന് പറ്റിയ ഒരു ഇടമായിട്ട് മുന്നണി ഭരണം BJPയുടെ ഈ 10 വർഷത്തെ ഭരണം ഇപ്പോൾ നരേന്ദ്രമോദിയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല, ഡിക്റ്റേഷൻ RSSൻ്റേതായിരിക്കും. അത് ചന്ദ്രബാബു നായിഡുവിനും അനുസരിക്കേണ്ടി വരും, പിന്നെ നിതീഷിനും അനുസരിക്കേണ്ടി വരും. മറ്റ് പോംവഴികൾ തൽക്കാലം അവരുടെ മുമ്പിലില്ല. അതെങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് അറിയാവുന്ന പിന്നെ ഒരു സംവിധാനമാണല്ലോ RSS എന്ന് പറയുന്നത്. ഈ പ്രസൻസ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ളതാണ് അവരുടെ പറഞ്ഞാൽ പോലും രാജ്യത്തൊരു മുന്നണി ഭരണമാണ് നിലനിൽക്കുന്നതെങ്കിൽ മോദിക്കോ RSSനോ ആ കടിഞ്ഞാൺ അത്ര എളുപ്പം കഴിഞ്ഞ 2 സർക്കാരിൻ്റേത് കാലത്തേതുപോലെ നടപ്പാക്കാനാകുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് BJPയുടെ പ്രകൃതം നന്നായി അറിയുന്ന നേതാക്കളല്ലേ ഇവർ. അതായത് മറ്റ് പാർട്ടികളെ പിളർത്തുക, മറ്റു പാർട്ടിയിലെ ജനപ്രതിനിധികളെ MP-മാരെയും മറ്റും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് BJP കാട്ടിയിട്ടുള്ള ഒരു ശൈലിയും ശീലവും ഉണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ BJP ഇതര സംസ്ഥാന സർക്കാരുകളോടെടുക്കുന്ന സമീപനം, അപ്പോൾ ഇതെല്ലാം അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻ മോദി ഭരണകാലത്തെ പോലെ ഇതുപോലൊരു മുന്നണി ഭരണകാലത്ത് മോദിക്ക് കഴിയുമോ? ഒട്ടും എളുപ്പമല്ല. അത് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട സ്ഥലത്തെ. ഒട്ടും എളുപ്പമല്ല. കാരണം ഇതിലാദ്യം
വ്യത്യസ്തമായ നിലപാടുകളുമായി മുമ്പോട്ട് വരാൻ ഇടയുണ്ടെന്ന് നമുക്ക് ഇപ്പോഴേ കാണാവുന്നത് ഇന്ത്യയിലെ പ്രബലമായ മീഡിയ ഹൗസുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിലെ പ്രബലമായ മീഡിയ ഹൗസുകൾ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകളുമായി അധികം വൈകാതെ മുമ്പോട്ട് വരും. അതിനുള്ള സൂചനകൾ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, നിൽക്കട്ടെ. അപ്പോൾ അത് തുടക്കം അവിടുന്നായിരിക്കാം. പിന്നെ അദാനി മോദി കോമ്പിനേഷൻ എങ്ങനെയാണ് ഇനി വർക്കൗട്ട് ആവുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ, പ്രതിപക്ഷത്തിന് ഇടപെടാൻ കഴിയുന്ന ഒരുപാട് ഈ പൊളിറ്റിക്കൽ സ്പിയർ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് പുതിയ ലോക്സഭയിൽ. അത് ഭംഗിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പിന്നെ ഈ ഇന്ത്യ സഖ്യം മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത് 99 സീറ്റ് ഉള്ള കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. ആ 236-ൽ ബാക്കി ഒരുപാട് കക്ഷികളുണ്ട്. പ്രാദേശികമായി പ്രബലമായ അവരുടെ ശക്തി തെളിയിച്ചിട്ടുള്ള കക്ഷികൾ തന്നെ അതിലുണ്ട്. അപ്പോൾ ആ കക്ഷികളുടെ അടക്കം നിലപാടുകളോടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ സഖ്യം മുമ്പോട്ട് പോകൂ. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ഒട്ടും ഈസി ആയിരിക്കില്ല. അത് അങ്ങേയറ്റം ആയാസകരമായിരിക്കുക തന്നെ ചെയ്യും. ഞാനീ പറഞ്ഞതുപോലെ ഇനി മാധ്യമരംഗം കുറേ കൂടെ നല്ല നിലയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണുന്ന രൂപത്തിലേക്ക് മാറാൻ ഒരു പോസിറ്റീവായ സാധ്യതയാണ് ഇതുകൊണ്ട് കാണുന്നത് എന്നുള്ളൊരു ശുഭസൂചനയും കൂടെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ കൃഷ്ണദാസിലേക്ക് വരികയാണ്. ശ്രീ കൃഷ്ണദാസ്, ഞാൻ താങ്കളുടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. നേതാക്കളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അത്തരം വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഏതായാലും ഞാൻ ശ്രീ കൃഷ്ണദാസിൻ്റെ അഭിപ്രായം അറിയുന്നതിന് മുമ്പ് ഒരു സ്ക്രീനിലേക്ക് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൽ വളരെ പ്രബലനായ ഒരാൾ ചന്ദ്രബാബു നായിഡു ആണല്ലോ. ആ ചന്ദ്രബാബു നായിഡുവുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റാണ് സ്ക്രീനിലേക്ക്. ഇത് 2019 അദ്ദേഹം എഴുതിയതാണ്. മോഡി ഹാസ് സിസ്റ്റമാറ്റിക്കലി ഡിസ്ട്രോയിഡ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. ഇൻ BJP ഗവൺമെൻറ്റ്സ് റൂൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി ആൻഡ് ഡെമോക്രസി ഹാവ് ബീൻ അണ്ടർ അറ്റാക്ക്. പോരെ, മോദിയെക്കുറിച്ചും മോദി ഭരണത്തെക്കുറിച്ചും BJP ഭരണത്തെക്കുറിച്ചും നല്ല ധാരണ നായിഡുവിനുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാകുമല്ലോ. ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം അപകടത്തിലാക്കുന്ന, ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന തരത്തിലാണ് മോദി ഭരണം. വളരെ ആസൂത്രിതമായി ഇതിനെയൊക്കെ നശിപ്പിക്കുന്നു എന്ന നല്ല ധാരണ. ഇന്നിപ്പോൾ അത് പരസ്യമായി പറയില്ല, മാറ്റിവെക്കുമല്ലോ, കാരണം സ്വാഭാവികമായും മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. പക്ഷേ ഉള്ളിൽ ഈ ബോധ്യവും നന്നായുള്ള ചന്ദ്രബാബു നായിഡുവാണ് നിങ്ങൾക്കൊപ്പം ചേരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, അതേ ഈ മുന്നണി സംവിധാനത്തെ നല്ല ശീലമുള്ളയാളാണ്, അതിനെ നയിച്ചയാളാണ്, അതിൻ്റെ ചുമതലക്കാരനായി ചെയർമാനായി മറ്റോ ഒക്കെ ഐക്യമുന്നണിയുടെ തലപ്പത്തിരുന്നയാളാണ്. അപ്പോൾ ഈ രീതിയിൽ BJPയുടെ സമീപകാല സമീപനം, മോദി ഭരണം എങ്ങനെയൊക്കെ സ്വതന്ത്രമായി അല്ലെങ്കിൽ BJPയുടേതായ ശൈലിക്ക് വിട്ടാൽ ഏത് തരത്തിൽ പോകുമെന്ന് നന്നായി അറിയാവുന്ന ചന്ദ്രബാബു നായിഡു അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നിപ്പോൾ വളരെ വ്യക്തമായ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ മുന്നണിയുടെ കൺവീനർ സ്ഥാനം വരുന്നുണ്ട്, ആഭ്യന്തരമന്ത്രി പദവി വരുന്നുണ്ട്, അതുപോലെ നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം, സ്പീക്കർ വളരെ പ്രധാനപ്പെട്ടതാണ്, ലോക്സഭാ സ്പീക്കർ എന്നുള്ളത്. 10 വർഷക്കാലം BJP അത് വളരെ സ്മൂത്തായി തങ്ങളുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോയതാണ്. എവിടെയെങ്കിലും പ്രതിപക്ഷം എതിർത്താൽ ഉടൻ കൂട്ടത്തോടെ പിടിച്ച് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന ശൈലിയിൽ പാർലമെൻറ്റിനെ മാറ്റിയതാണ്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഇടത്ത് അതിനെയൊക്കെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഈ സർക്കാർ പോകാതിരിക്കാനും അവർ ഇടപെട്ടാൽ അതിന് വഴങ്ങേണ്ടി വരില്ലേ BJPക്ക്, മോദിക്ക്? 1984 415 സീറ്റുമായി അധികാരത്തിലേറിയതാണ് കോൺഗ്രസ്. 89 അതേ കോൺഗ്രസിന് 217 സീറ്റുകൾ നഷ്ടമായി 197 ചുരുങ്ങേണ്ട സാഹചര്യമുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കോൺഗ്രസിന് 5 വർഷം കഴിഞ്ഞപ്പോൾ 217 സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. മുന്നണി സംവിധാനത്തെ സംബന്ധിച്ച് 1989 മുതൽ, ഞാൻ ആ 89 പറഞ്ഞു നിർത്താൻ കാരണം 89 മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യയിൽ മുന്നണി സംവിധാനത്തിലല്ലാതെ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടി BJP ഒറ്റക്കക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മുന്നണി സംവിധാനത്തിലായിരുന്നു ഇന്ത്യയുടെ ഭരണം ഏതാണ്ട് എല്ലാ കാലഘട്ടത്തിലും. BJPക്ക് കേവല ഭൂരിപക്ഷമുള്ള സമയത്ത് പോലും മുന്നണി സംവിധാനത്തിലായിരുന്നു ഭരണം. അപ്പൊ മുന്നണി ഭരണത്തെ 1989 കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ കാലഘട്ടത്തിലും, ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും BJP ഇപ്പോൾ 10 വർഷക്കാലം ഭരിച്ച കാലഘട്ടത്തിലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള സംവിധാനമാണ് NDA എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല.
മറ്റൊന്ന് ചന്ദ്രബാബു താങ്കൾ നായിഡുവിന്റെ പറഞ്ഞതുപോലെ ചോദ്യത്തെക്കുറിച്ചാണ്, ഡിമാൻഡിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, ഇതിനേക്കാൾ കൂടുതൽ പാർട്ടികളെ ആവശ്യമുണ്ടായിരുന്ന, ഇതിനേക്കാൾ കൂടുതൽ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അതിനെയെല്ലാം വളരെ സ്മൂത്തായി കൊണ്ടുപോയിരുന്ന സംവിധാനങ്ങൾ BJPക്കുണ്ട്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഒന്നാം UPA കാലഘട്ടത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ രാജ്യത്ത് ഒന്നാം UPAക്ക് പിന്തുണ നൽകിയിരുന്നു. അതിനുശേഷം രണ്ടാം UPA ഭരണകാലത്തുണ്ടായോ? ഒന്നാം UPA പകുതി ആയപ്പോൾ തന്നെ അത് അവസാനിച്ചില്ലേ? അപ്പൊ രാജ്യത്ത് പല പാർട്ടികളും പല നിലപാടുകൾ സ്വീകരിക്കും. ഇപ്പം നിങ്ങളുടെ ചാനലിന്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പല കക്ഷികളും, അവർക്ക് കക്ഷികൾ എന്നുള്ള നിലക്ക് ആ സഖ്യത്തിന്റെ കൂടെ നിൽക്കാം എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കലി അവർക്കുള്ള സീറ്റുകളുടെ എണ്ണം എത്രയാണ്, അവരുടെ പിന്തുണ എത്രയാണ്, ശരി, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഏതാണെങ്കിലും BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിക്കൊപ്പം നിൽക്കും. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. വേഗം ഞങ്ങളുടെ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു മെയ്വഴക്കക്കുറവും ഞങ്ങളെ സംബന്ധിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വരാം, കൃഷ്ണദാസ് വരാം. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം അവിടെ നേതാക്കൾ സംസാരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുന്നു. हम सब मिलके एक ही वॉइस में ये कहना चाहिए जो मैं आपको पढ़ के बताऊंगा. The constituents of India bloc thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision, and we all together agreed on these points, and will definitely whatever promises we have given to the people, that we will keep it up. And just I want to tell this. Thank you very much. റൈറ്റ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടതാണ്. ആ യോഗ തീരുമാനങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ ചർച്ച ചെയ്തു. ഏതായാലും BJPയുടെ ഫാസിസ്റ്റ് ഭരണ രീതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാ പാർട്ടികളും യോജിച്ച ആ തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. എന്ന് വെച്ചാൽ BJP NDA ഒരു മുന്നണി സർക്കാർ രൂപീകരിക്കുമ്പോൾ യോജിച്ച പോരാട്ടം അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചിട്ടുള്ളത്. ഞാൻ ശ്രീനിവാസൻ, ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ സർക്കാരിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നായിഡു ആകട്ടെ, നിതീഷ് കുമാർ ആകട്ടെ, ഇവരെടുക്കാൻ പോകുന്നൊരു റോൾ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലത് ആശ്വാസകരമായി എത്രമാത്രം താങ്കൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായി തോന്നുന്നുണ്ട്? കാരണം ഈ സർക്കാരിൽ കുറേ കൂടി ഡിമാൻഡുകൾ വെക്കുക, ഇപ്പോൾ തന്നെ താക്കോൽ സ്ഥാനങ്ങൾ അവർ ചോദിക്കുന്നുണ്ടല്ലോ. അതിലൂടെ വരാൻ പോകുന്നൊരു സർക്കാരിനെ എങ്ങനെയാണ് താങ്കൾ ശ്രദ്ധിക്കുന്നത്? ഇവരുടെ നിർദ്ദേശങ്ങൾ, ഇവരുടെ ഡിമാൻഡുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാകുമോ? അത് നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ പോലെ അതിനുള്ള മെയ്വഴക്കം കാട്ടി തന്നെ പോകേണ്ടതായി വരും സ്വാഭാവികമായും. അത് പ്രധാനപ്പെട്ടതാകുമോ ഈ സർക്കാരിനെ സംബന്ധിച്ച്? ശ്രീ ശരത്, ആദ്യം ഞാൻ ശ്രീ ഖാർഗെ നൽകിയ പ്രസ്താവനയോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ
രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായ ഫാസിസ്റ്റ് ചിന്താഗതിക്കെതിരെയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായ ജനങ്ങളുടെ സന്ദേശം. അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് ജനം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ, ഒരു പ്രൊആക്റ്റീവ് ക്രിയേറ്റീവ് ഓപ്പോസിഷൻ എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി 100% അത് നടപ്പാക്കിയിരിക്കും. ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നിരുന്നത് എന്താണ്? ഫാസിസ്റ്റ് നയങ്ങളല്ലേ. ശ്രീ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുക. ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കില്ലേ? എന്തുണ്ടായി? ജനം വലിയ ഭൂരിപക്ഷത്തോടുകൂടി, അതായത് ഉത്തർപ്രദേശിൽ ശ്രീ നരേന്ദ്രമോദി വെള്ളം കുടിച്ചപ്പോൾ 4 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹത്തെ അതേ സംസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ തിരിച്ചയച്ചിട്ടുള്ളത്. ഇനി പറയാം, പാർലമെന്റിൽ സ്ത്രീ ശബ്ദത്തിന്റെ പ്രതീകമായിരുന്ന ശ്രീ മഹുവ മൊയ്ത്രയെ നാണമാവില്ല സ്ത്രീയെ ഒരു കാര്യത്തിന്റെ പേരിൽ കണ്ടുപിടിച്ചിട്ട് സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എടുത്തിട്ട് അവരെ കണ്ടുപിടിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിനകത്തൊരു കേസ് ഉണ്ടാക്കി പാർലമെന്റിൽ പറഞ്ഞയച്ചപ്പോ ജനം എന്ത് പറഞ്ഞു? നിങ്ങൾ ശ്രീ നരേന്ദ്രമോദി, ശ്രീ NDA സർക്കാർ ചെയ്തത് തെറ്റാണ്, അവരെയും പാർലമെന്റിലേക്ക് തിരിച്ച് അയച്ചിരിക്കുകയാണ്. ഇനി ശ്രീ നരേന്ദ്രമോദി അവർ എഴുന്നേറ്റ് നിന്ന്, ശ്രീ മഹുവ മൊയ്ത്ര എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ തലകുനിച്ചത് കേൾക്കേണ്ടി വരില്ലേ ഇന്ത്യൻ പാർലമെന്റിൽ? പിന്നെ ഈ കൂട്ടുകക്ഷി ഭരണം വന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ശ്രീ നരേന്ദ്രമോദി NDA ഗവൺമെന്റ് ഭരിച്ചിരുന്നെങ്കിലും എല്ലാ കാലവും സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും സ്വയം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിലത്തെ ചെറിയ ഘടകകക്ഷികൾ ഈ പ്രൈമറി സ്കൂളിലെ കുട്ടികളെ ഹെഡ് മാസ്റ്റർ മുമ്പിൽ നിൽക്കുന്ന പോലെയാ. അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനായാലും ശരി മറ്റ് ഘടകകക്ഷികൾക്കും യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി പറയും, അത് മനസ്സാ മിണ്ടാതിരുന്നത് കേൾക്കുക എന്നായിരുന്നു ഇത്രയും കാലം നടന്നിരുന്നത്. ഇനി അത് നടവാക്കാൻ പോകുന്നില്ല. ശ്രീ നായിഡു എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ശ്രീ മോഡിയേക്കാൾ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം മോഡിയേക്കാൾ മുമ്പ് തന്നെ മോഡി രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലായിരുന്നപ്പോഴും ആന്ധ്ര പോലെ വലിയ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെയാണ് നിതീഷ് കുമാറും. ഈ രണ്ടുപേരും രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ മോഡി ആവുന്നതിന് മുമ്പ് തന്നെ താക്കോൽ സ്ഥാനങ്ങളിരുന്ന ആളുകളാണ്. അവർക്ക് അറിയാം എങ്ങനെ ഇദ്ദേഹത്തിന് കടിഞ്ഞാണിടണമെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ തന്നിയ വലിയൊരു സന്ദേശം മോഡിക്ക് വലിയൊരു കടിഞ്ഞാൺ തന്നെയായിരിക്കും. അതോടെ അദ്ദേഹത്തിന് ഒത്തുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഒത്തുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭരണം പൊളിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചു, ഇപ്പൊ തന്നെ ചന്ദ്രബാബു നായിഡു ചോദിച്ചല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തര വകുപ്പ് വേണമെന്ന് പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. പിന്നെ ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ്. ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് ആ റീഓർഗനൈസേഷനുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസും പറഞ്ഞിരുന്നു അത് കൊടുക്കണം, നടപ്പാക്കണം എന്ന്. പക്ഷെ അദ്ദേഹം കേട്ടിരുന്നില്ല. പിന്നെ ഈ നരേന്ദ്രമോദി സർക്കാർ സാമ്പത്തിക നയം എന്താണ് നടത്തിയിരുന്നത്? സംസ്ഥാനങ്ങളെ ഞെരുക്കുകയായിരുന്നില്ലേ സാമ്പത്തികമായിട്ട്? പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന, ഇപ്പൊ കേരളത്തിലത് ബാധകമായിട്ടുണ്ട് ഒരു പരിധി വരെ. ഇവിടെ ദുർഭരണം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റും ഒരു പരിധി വരെ സാമ്പത്തികമായി ഞെരുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷം. അതൊന്നും ഇനി നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന എന്ത് പറയുന്നുവോ, പ്ലാനിംഗ് കമ്മീഷനിൽ എന്ത് പറയുന്നുവോ, ഫിനാൻസ് കമ്മീഷൻ എന്ത് പറയുന്നുവോ അതനുസരിച്ച് നിയമപരമായി നടപ്പാക്കാമെന്നല്ലാതെ തെരഞ്ഞു പിടിച്ച് സംസ്ഥാനങ്ങളുടെ ആ ഓട്ടോണമിയെ ഞെരുക്കുന്ന, ഫെഡറലിസത്തെ കൊല്ലുന്ന ആ നടപടികളൊന്നും നിതീഷ് കുമാറും സമ്മതിക്കില്ല, ശ്രീ ചന്ദ്രബാബു നായിഡു സമ്മതിക്കില്ല. ഇനി കൂട്ടായിട്ട് ചർച്ച ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രീ നരേന്ദ്രമോദിക്ക് പാർലമെന്റിനെ ബഹുമാനിക്കേണ്ടി വരും, പാർലമെന്റിനെ കേൾക്കേണ്ടി വരും. ഇത്രയും നാൾ നടന്നിരുന്ന എന്താ? കഴിഞ്ഞ 5 വർഷമൊക്കെ എന്തെങ്കിലും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരെ ഇറങ്ങിപ്പോകുമ്പോൾ സുപ്രധാനമായ 10, 20, 30 ബില്ലുകൾ മിനിറ്റുകൾ കൊണ്ട് പാസ്സാക്കുക. ഇതിനാണോ ജനങ്ങൾ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ 540 വരുന്ന പാർലമെന്റ് മെമ്പേഴ്സിനെ അയച്ചിരിക്കുന്നത്? പാർലമെന്റിന് അപഹാസ്യമായിരിക്കുകയായിരുന്നു. പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആത്മാവെടുത്തിട്ടല്ലേ? പാർലമെന്ററി സംവിധാനത്തിന്റെയും പാർലമെന്ററി ശൈലിയുടെയും ആത്മാവെടുത്തൊരു പുതിയ പാർലമെന്ററി മന്ദിരമല്ലേ അദ്ദേഹം അവിടെ നടത്തിയ? ഒരു കാര്യം ചർച്ച ചെയ്യില്ല. പ്രധാനമന്ത്രി ഇപ്രാവശ്യം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക്, എത്ര ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറഞ്ഞു? ഒന്നുമില്ല. ഈ ഓൾ ഇന്ത്യ റേഡിയോ പോലെ അങ്ങോട്ട് മാത്രം കേട്ടാൽ മതി. വരും 45-50 മിനിറ്റ് സംസാരിക്കും. 2017 ശേഷമേ ഇന്ത്യ ഉണ്ടായിട്ടുള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവരൊന്നും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു തെറ്റായ ജനാധിപത്യ ശൈലിയാണ്. പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യകാലങ്ങളിലും മറ്റും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ AKG പോലുള്ളൊരു വ്യക്തി എഴുന്നേറ്റ് നിന്നാൽ ഭരണകക്ഷത്തിൽ നിന്ന് ഒരു MP-യോ ഒരു മന്ത്രിയോ സംസാരിക്കാൻ സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിക്കൂ, പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കൂ എന്നുള്ള സന്ദേശമായിരുന്നു. ഇവിടെ എന്താണ്? ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, സീനിയർ പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, സ്ത്രീ ശബ്ദമായ മഹുവ മൊയ്ത്രയാണെങ്കിലും ശരി, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് എതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അംബാനി അഡാനി ഒരു കേസിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ തെരഞ്ഞു പിടിച്ച് പാർലമെന്റിന് പുറത്താക്കുക. എത്രയാണ് നമ്മൾ ഒരു പാർലമെന്റ് അംഗത്തേക്ക് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ സഭയിൽ നിന്ന് 10-12 ദിവസത്തേക്ക് പുറത്താക്കുന്നത് കേട്ടിട്ടുണ്ട്.
40, 50, 60 സീനിയർ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന്റെ ഒരു സെഷൻ മുഴുവൻ പുറത്താക്കുക. ഇതെന്തൊരു ജനാധിപത്യമാണ്? അപ്പൊ ആ ജനാധിപത്യത്തെ സാധാരണ ജനങ്ങൾ അവിടെയാണ് ശ്രീനിവാസൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ താക്കോൽ സ്ഥാനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ ഒരു സവിശേഷത ഏതാണ്? ഇപ്പോൾ സ്പീക്കർ പദവി വേണം എന്ന് ചോദിക്കുമ്പോൾ BJP 10 വർഷം എങ്ങനെ കൈയാളിയെന്ന് നമ്മൾക്കറിയാം. തീർച്ചയായിട്ടും വരും. അവരിപ്പോ സ്പീക്കർ സ്ഥാനം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെ, TDP ഇപ്പോ സ്പീക്കർ സ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അവരുടെ ആയിരുന്നില്ലേ ബാലയോഗി പണ്ടുണ്ടായിരുന്നത്? സ്പീക്കർ സ്ഥാനം ഓൾറെഡി അവർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണമെന്നുള്ളത്. കാരണം സഭ നിയന്ത്രിക്കുന്ന സ്പീക്കറാണ്. കാരണം ജനാധിപത്യം ചവിട്ടി മെതിക്കുക എന്ന് ശ്രീ നായിഡുവിന് അറിയാം. അത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനിവാസൻ. അതാണ് 2019 തന്നെ ഈ മോദി ഭരണത്തിന്റെ ഏറ്റവും അപകടകരമായ വശത്തെ ഇതേ ചന്ദ്രബാബു നായിഡു വിമർശിച്ചിട്ടുള്ളത് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഞാൻ ഡോക്ടർ VP മുസ്തഫയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്കൽ ഹണിമൂൺ കഴിഞ്ഞോട്ടെ. ചന്ദ്രബാബു ഒക്കെ ചുക്കാൻ പിടിക്കുന്ന അറിയാൻ ചരട് വലിക്കുന്നത് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിയട്ടെ. അതെ, ഇപ്പോൾ പരമാവധി ഒരു വർഷമാണ് നേരത്തെ ശ്രീ ജയചന്ദ്രൻ ഇട്ട സമയം. ഒരു വർഷമാണ്, ഒരു വർഷത്തിനുള്ളിൽ എന്നാണ്. താങ്കൾ മാസങ്ങളാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മോഡിയെ കവച്ചു വയ്ക്കുന്ന രാഷ്ട്രീയ ചാണക്യനാണ് ശ്രീ ചന്ദ്രബാബു നായിഡു. ഒട്ടും കുറവല്ല ശ്രീ നിതീഷ് കുമാർ. ഇവർക്ക് വിധേയമായിട്ട് ഭരിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ശൈലിയല്ല ശ്രീ നരേന്ദ്രമോദിയുടെ. അപ്പൊ ഈ സർക്കാർ എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. VP മുസ്തഫ, ഈ വിധം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ബുദ്ധിമുട്ടുകൾ മോദി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണോ താങ്കളും പറയുന്നത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കാണുന്ന വെച്ചാൽ ഇവരുടെ കുറച്ചു കാലം കൊണ്ട് സൃഷ്ടിച്ചൊരു പ്രതീതി ഉണ്ടല്ലോ ശരത്തെ. അതെന്താ? മോഡിയെ തോൽപ്പിക്കാൻ ഇനി ആരില്ല, പ്രതിപക്ഷത്ത് ആര് നേതാവുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ പോലും BJP-ക്കാരുടെ ചോദ്യം എന്താ? നിങ്ങൾ വലിയ ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി? മോഡിക്ക് പകരം വെക്കാൻ ആരുണ്ട്? ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ മോഡിയും BJP-യും അല്ലാതെ ഇനി ദീർഘകാലത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷമില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുക. പ്രതിപക്ഷത്തെ മാത്രമല്ലല്ലോ, ജനാധിപത്യം, ഭരണഘടന, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ മുഴുവൻ കൊല്ലുക പോലും ചെയ്തില്ലേ? ഗോവിന്ദ് പൻസാര, ഗൗരി ലങ്കേഷ്, നമ്മുടെ നരേന്ദ്ര ദബോൾക്കർ, എത്ര പേർ, ആളുകൾ എത്ര ജയിലിൽ കിടക്കുന്നു. ആ പൂനെയിലെ ഭീമ കൊറേഗാവ്, ആ സമരത്തിന്റെയൊക്കെ പേരിൽ എത്ര മനുഷ്യരെയാണ്, ബുദ്ധിജീവികളെ ജയിലിലിട്ടിരിക്കുന്നത്. നമ്മൾ ഒടുവിൽ ന്യൂസ് ക്ലിക്കിന്റെ പ്രബിയ പുർക്കായസ്ഥയുടെ അനുഭവം. ഇങ്ങനെ മുഴുവൻ ഒരുതരം ഫാഷിസം ഡോറിൽ വന്ന് മുട്ടി വിളിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ ശരത്തെ ഒരു കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ? BJP-യുടെ വലിയ സ്വപ്നം എന്തായിരുന്നു? അതുപോലും നടക്കില്ല ഇനി. ഈ ഭരണം 2024 ഈ 400 സീറ്റ് എന്നൊക്കെ അവർ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? RSSന്റെ സ്ഥാപിതമായതിന്റെ 100ാം വാർഷികമാണ് ഈ 2024-25 വരുന്നത്. 25 ഈ RSSന്റെ ശതാബ്ദിയിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം. അതിന് ഭരണഘടന പോലും മാറ്റി എഴുതണം. അതുകൊണ്ട് ഇപ്പോ എന്താ നാഗ്പൂരിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് 100ാം വാർഷികം തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതാ. ഈ തെരഞ്ഞെടുപ്പ് വിധി RSSനെ പോലും എത്ര ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു വലിയ സ്വപ്നം പോലും അവർ വേണ്ടാന്ന് വെക്കുകയാണ്. 100ാം വാർഷികം അവർ മാറ്റിവെക്കുകയാണ്. കാരണം അവർ ആഗ്രഹിച്ച രീതിയിൽ ഈ ശതാബ്ദി അവർക്ക് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജനത തിരിച്ചറിയുക. കൃഷ്ണദാസ് തുടങ്ങിയത് 84, 89 ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. 77 ഓർമ്മയുണ്ടാകണം കൃഷ്ണദാസെ. ഇതുപോലെ അമിതാധികാര പ്രവണതയും അർദ്ധ ഫാഷിസത്തിന്റെ സ്വഭാവമൊക്കെ കാണിച്ച അടിയന്തരാവസ്ഥയെ തൂത്തെറിയാൻ ഉത്തരേന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ ഇന്നത്തേതിനേക്കാൾ, ഇന്നുപോലും അവര് വേണ്ടത്ര വഹിച്ചിട്ടില്ല, ഇന്നത്തേതിനേക്കാൾ പുറകിലായിരുന്ന ഉത്തരേന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ കാണിച്ച രാഷ്ട്രീയ ജാഗ്രതയുണ്ട്. ആ 77ന്റെ പാഠമാണ് ഇന്നും ആവർത്തിച്ചത്. അന്നും ഒരു ജനതാ പരിവാറായിരുന്നു. അന്ന് ജയപ്രകാശ് നാരായണന്റെ ഒക്കെ നേതൃത്വം. അടിയന്തരാവസ്ഥയുമായി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇന്നൊക്കെ എല്ലാവരും അനലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഉത്തരേന്ത്യയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിഗതികളെ നിർണ്ണയിക്കുന്നത്. വളരെ ശക്തമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം അന്നെല്ലാം പിന്നിലാണ്, വളരെ പിന്നാലെയാണ് ഓടുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തിൻ്റെ പൊതുവികാരത്തിന് എതിരായി നിന്ന ഒരു മനോഭാവം കേരളത്തിനുണ്ടായിരുന്നു.
മോദിയെ ഉത്തരേന്ത്യ തിരസ്കരിക്കുന്നു, വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ മോദി പ്രേമം, മോദി താല്പര്യം കേരളത്തിൽ പ്രകടമാകുന്നു. ഈ രീതിയിൽ വല്ലാതെ ഇന്ത്യൻ റെയിൽവേ പലപ്പോഴും കാട്ടുന്നില്ല, സ്ലോയിൽ ഓടുന്ന ഒരു രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞല്ലേ, പൊളിറ്റിക്കൽ ഹണിമൂൺ ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ സർക്കാരിൻ്റെ ഭാവി എന്താകും എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ശരത്ത് ഇവിടെ സൂചിപ്പിച്ച കേരളത്തിന്റെ ഈ പ്രവണത വളരെ വിചിത്രവും കൗതുകവുമാണ്. നമ്മൾ മറ്റെല്ലാ കാര്യത്തിലും വലിയ പ്രബുദ്ധതയും ഒന്നാം സ്ഥാനമൊക്കെ പറയുമ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാസന്ധിയിൽ യഥാർത്ഥത്തിൽ ചിലപ്പോൾ കേരളത്തിന്റെ ജനകീയ പ്രതികരണത്തിൽ ഉളവാകുന്ന ഈ പ്രശ്നമുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഉത്തരേന്ത്യൻ ജനത പ്രകടിപ്പിക്കുന്ന അതിനിർണായകമായ, ഞാനതാ പറഞ്ഞു വന്നത്, JP-യുടെ നേതൃത്വത്തിൽ അന്നുണ്ടായ ഒരു വലിയ വിപുലമായ കൂട്ടായ്മ പോലെയാണ് ഇന്നിപ്പോ ഇന്ത്യ കൂട്ടായ്മ. ഇതിനെ എത്ര അപഹസിക്കുകയും പരിഹസിക്കുകയുമാണ് മോഡിയും അമിത്ഷായും ഒക്കെ ചെയ്തത്. ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്താൻ, അതിനെ വളരെ മോശമാക്കി കാണിക്കാനല്ല ശ്രമിച്ചത്. അപ്പൊ അതിനെല്ലാം ഉള്ള അതിജീവനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നൽകാൻ വേണ്ടി കഴിയുന്നു. എല്ലാ കാലത്തും RSSന്റെ BJP-യുടെ കരിനിഴലായിരിക്കില്ല ഇന്ത്യയിൽ എന്ന നല്ല ബോധ്യമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കണ്ട ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അയോധ്യയിൽ BJP തോറ്റു എന്നതുകൂടിയാണ്. എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ ഒരു നിരീക്ഷണത്തെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ CAA നടപ്പാക്കി അതിൻ്റെ ചട്ടവും കൊണ്ടുവന്ന് അത് മുന്നോട്ട് കൊണ്ടുപോയി നിൽക്കുന്ന ഒരു മോദി സർക്കാരാണ് ഇനി ഒരു മുന്നണി സർക്കാരായി മാറാൻ പോകുന്നത്. മുന്നണി സർക്കാർ എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ BJP ഇതര സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ഗതികേടറിയാം. പണം ലഭിക്കാൻ വേണ്ടി, അവകാശപ്പെട്ട പണം ലഭിക്കാൻ വേണ്ടി നടത്തേണ്ടി വരുന്ന വലിയ ബുദ്ധിമുട്ടുകൾ. കേരളം അതിൻ്റെ ഒന്നാമത്തെ ഇരയാണ്. അത്തരം നിരവധി സംസ്ഥാനങ്ങൾ ഇതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് പോലത്തെ BJP-യുടെ ഒരു പ്രഖ്യാപിത മുന്നോട്ട് പോക്കുണ്ട്, നിലപാടുണ്ട്. അതൊക്കെ ഇനി വരുന്ന സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെ എന്ന പ്രശ്നം നിൽക്കുകയാണ്. അതുപോലെ അടുത്ത വർഷം ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം വരാനിരിക്കുന്നു. അതുപോലെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് അടുത്ത വർഷം വരാനിരിക്കും. അപ്പോൾ വളരെ ഗൗരവമുള്ള നിരവധി വിഷയങ്ങൾ ഇനിയൊരു മുന്നണി സർക്കാരിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട സർക്കാരാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു സർക്കാരിന് പൊളിറ്റിക്കൽ ഹണിമൂൺ ഒരു വർഷം താങ്കൾ നൽകുന്നുണ്ടോ? നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞതുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. അല്ല, അതിലെ ചില പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ശരത്ത്. നമ്മളത് കാണുമ്പോൾ കേരളം തന്നെ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള കേസിൻ്റെ കാര്യം എടുക്കൂ. ആ കേസിൻ്റെ അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് കടമെടുപ്പ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നിശ്ചയിക്കാൻ കേന്ദ്രത്തിന് അവകാശമില്ല. ഇത് സുപ്രീം കോടതി തത്വത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത് വിശാലമായ മാനങ്ങളുള്ള ഒരു ആർഗ്യുമെൻ്റാണ് സ്റ്റേറ്റിൻ്റേത്. അതുകൊണ്ടത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതത്ര വലിയ ഒരു കേസായിട്ട് തന്നെ ആ കോടതി അന്ന് കണ്ടു. സർവാധികാരിയായി നരേന്ദ്രമോദിയുടെ സർവാധീശത്വം നിലനിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം സുപ്രീം കോടതി. ഇപ്പോൾ ആ സർവാധീശത്വം ഇനി കാണിക്കാൻ കഴിയില്ല. കോടതി കുറേ വിജിലൻ്റ് ആവും. വിജിലൻ്റായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നേരിടും, ഇടപെടുകയും ചെയ്യും. അത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. കോടതിയുടെ ഇടപെടലുകൾ വരാനിരിക്കുന്ന കാലങ്ങളിൽ ഈ പുതിയ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പോകുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറയാൻ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഗവൺമെൻറ് അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ കൂടെ കിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യം മുമ്പിൽ നിൽക്കുന്നു. പിന്നെ CAA പോലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് നീക്കാൻ കഴിയുക? കേരളമടക്കം പല സംസ്ഥാനങ്ങളും തമിഴ്നാടും ബംഗാളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൃണവൽഗണിച്ചാണ് പോയിരിക്കുന്നത്. ഇനി അങ്ങനെ തൃണവൽഗണിക്കുക അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ചിലരെങ്കിലും, പ്രധാനപ്പെട്ട ചർച്ച വന്നില്ലെങ്കിലും ചിലരെങ്കിലും ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇതിനി വരാൻ പോകുന്നത്, വന്നു കഴിഞ്ഞാൽ ഭാഗ്യത്തെ നരേന്ദ്രമോദിക്ക് വലിയ ഭൂരിപക്ഷം ഇല്ലാതാണ് വരുന്നത്. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ വരാൻ പോകുന്നത് ഈ മുന്നണി സംവിധാനം എന്നുള്ളത് ഇല്ലാതാക്കാനുള്ള ഒരു കെണി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ചിലരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സംഭവം വരുമ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് ആ മുന്നണി സംവിധാനമൊക്കെ ഇലക്ഷന് ശേഷം മതി.
അതിനു മുമ്പുള്ള സംവിധാനം ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം കൂടെ ബി ജെ പിക്ക് അന്ന് മനസ്സിലുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലൂടെ ഈ സർക്കാരിന്റെ സുഗമമായ പോക്കെങ്ങനെ അതിൽ താങ്കൾ കാണുന്ന ഒരു ടൈം ലിമിറ്റ് എങ്ങനെയാണ്? ഒന്ന് ചുരുക്കി വേഗം. അങ്ങനെ പോകാൻ കഴിയില്ല. ഇത് പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിഫീറ്റ് ഓഫ് നരേന്ദ്രമോദി എന്നുള്ളത് തന്നെയാണ് ആസ് എ പ്രൈം മിനിസ്റ്റർ. ഇതിൻ്റെ അകത്ത് വരുന്നത് അങ്ങനെ തന്നെയാണ്. ആ ഡിഫീറ്റ് പൊളിറ്റിക്കലാണ്, പേഴ്സണലുമാണ്. അപ്പോൾ അത്തരം ഒരു നേതാവിന് പ്രധാനമന്ത്രിയായി ഇനി തുടരുമ്പോഴേക്ക് ആ തരത്തിൽ തൻ്റെ പക്കലുള്ള എല്ലാ കരിനിയമങ്ങളും മോദിയോട് തന്നെയാണ് രാജ്യം ജനത എക്സിറ്റ് പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രബാബു നായിഡുവിനെ പോലെ മോദിയേക്കാൾ ദേശീയ രാഷ്ട്രീയത്തിൽ അനുഭവ പരിചയമുള്ള ആളാണ്. നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ അത് കൃത്യമായി ചെക്ക് വെക്കും. കാരണം അപകടം അറിയാവുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണം പൊളിയും. അദ്ദേഹം ഉപയോഗിച്ച ടേം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ഹണിമൂൺ. അത് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സർക്കാരിൻ്റെ മുമ്പിൽ. അത് കഴിയുമ്പോൾ കാണാം എന്നാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ ശരത്തെ സൂചിപ്പിച്ചു, BJP കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മുന്നണി ഭരണത്തെയും മുന്നണി നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട ചന്ദ്രബാബു നായിഡുവിനെയാണെങ്കിലും ശ്രീ നിതീഷ് കുമാറിനെയാണെങ്കിലും ഞങ്ങൾ എത്രയോ കാലങ്ങളായി മുന്നണിയുടെ ഭാഗമായി കണ്ടിരുന്നവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരുമാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, ഞങ്ങൾക്കറിയാത്തതല്ലല്ലോ. ഉപദേശങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. പക്ഷെ അതിനർത്ഥം ഞങ്ങളെല്ലാം ഇതൊന്നും അറിയാത്ത ആളുകളാണ്, ഞങ്ങളെല്ലാം ഇതെല്ലാം പുതിയതായി കാണുന്ന ആളുകളാണ് എന്ന് ധാരണയുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അത് പരിഹരിക്കേണ്ട രീതിയെ സംബന്ധിച്ചും BJPക്കും NDAക്കും അതറിയാം. അത് ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. അതിനൊന്നും തർക്കമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രതിപക്ഷത്തുള്ള റോളുകൾ കൃത്യമായി ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയറായി. BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയറായി കഴിഞ്ഞു. ശ്രീനിവാസൻ, അത് കയ്യിൽ വെച്ചാൽ മതി നിങ്ങളുടെ പ്രവചനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മാത്രം സമയം കുറവാണ്. അല്ല, അത് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞാനും 10-35 കൊല്ലമായി ഡൽഹി മുതലുള്ള രാഷ്ട്രീയം അടുത്ത് കാണുന്നതും കൂട്ടുകൃഷി മന്ത്രിസഭയൊക്കെ അടുത്ത് കണ്ടിട്ടുള്ളതാണ് നേതാക്കന്മാരെ എങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ. ഇത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഔട്ടർ ലിമിറ്റ് 6 months to 1 year ആണ്. ഇവർ രണ്ടുപേരും കൂച്ചുവിലങ്ങടും. അവർ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. മോഡിയുടെ ഒറ്റയ്ക്കുള്ള ഭരണം സമ്മതിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മോഡിയേക്കാൾ രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്ന ഒരു വ്യക്തി, 2 വ്യക്തികളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവരെ ഒന്നും വകവയ്ക്കാതെ ഒന്നും ഇത്രയും നാൾ നടത്തിയ പോലെ ഒരു ഭരണമൊന്നും ഇനി നടത്താൻ പറ്റില്ല. പിന്നെ ഒരു സുപ്രധാന കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയേണ്ടത്, ദുർഭരണം നടത്തുന്ന, ഏകാധിപത്യ ശൈലി നടത്തുന്ന സംസ്ഥാനത്തെ ഭരണാധികാരികൾ കൂടിയുള്ള ശക്തമായൊരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ എന്താ ഉണ്ടായത്? 150 സീറ്റിൽ 160ഓളം സീറ്റുകൾ നേടിയ ശ്രീ ജഗനെയാണ് 11 സീറ്റിലേക്ക് ഒതുക്കിയിരുന്നത്. ശ്രീ VPP മുസ്തഫയുടെ കൂടി ഒരു ഊഴം, താങ്കളുടെ കൂടി ഊഴം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. പ്രതിപക്ഷ മുന്നണിയെ പൊളിക്കാൻ മോദി തയ്യാറെടുക്കുമോ? ഒപ്പം ശ്രീനിവാസൻ പറഞ്ഞതുകൂടി ചേർത്ത് ശ്രീ VPP മുസ്തഫ. തീർച്ചയായിട്ടും അത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാ. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം രാജ്യത്ത് വൻതോതിൽ മറ്റു പല പാർട്ടികളിൽ നിന്നും, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് അവർ ഭരിക്കുന്ന സംസ്ഥാനത്തെ MLA-മാരെയും ജനപ്രതിനിധികളെല്ലാം ഒന്നടങ്കം. ഇപ്പൊ അരുണാചൽ പ്രദേശ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP നിലനിർത്തിയല്ലോ. എവിടെ തുടങ്ങിയതാ? 2016 കോൺഗ്രസ് ജയിച്ചതാ. അതിലെ 46 MLA-മാർ ഒന്നടങ്കമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP-യിൽ എത്തിയത്. ഇതുവരെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു വിജയം കൊണ്ട് എല്ലാമായി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ശരത്തെ, നമ്മൾ നല്ല സ്വാധീനം RSS എല്ലാ മേഖലയിലും വേരുറപ്പിച്ചിട്ടുണ്ട് എന്ന് കാണണം. അധികാരത്തിൽ ഈ പറയുന്ന പോലെ ഹണിമൂൺ 6 മാസം 1 വർഷമായിരിക്കാം. പക്ഷേ ജുഡീഷ്യറിയിൽ, ഭരണയന്ത്രത്തിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് BJP-യുടെ ഓഫീസ് പോലെ ആയെന്ന്. ആ RSS സ്വാധീനം ഇവരുടെ ഭരണമില്ലെങ്കിലും ഇവർക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു തരമുണ്ട്. അതുകൊണ്ട് നല്ല ജാഗ്രത നമുക്കുണ്ടാവണം. അതിന് വലിയ പ്രത്യയശാസ്ത്ര സമരമാണ് വേണ്ടത്. ആ പ്രത്യയശാസ്ത്ര സമരം നയിക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയുന്നുള്ളൂ. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്കാകുന്നില്ല എന്നതും ബോധ്യമുണ്ട്. യെസ്, നന്ദി ശ്രീ VPP മുസ്തഫ, അതുപോലെ തന്നെ ശ്രീനിവാസൻ, അതുപോലെ ശ്രീ കൃഷ്ണദാസ്, ഒപ്പം ശ്രീ M ജയചന്ദ്രൻ. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ യോഗമാണ് അല്പം മുമ്പ് അവസാനിച്ചത്. ആ യോഗ തീരുമാനം മല്ലികാർജുൻ ഖാർഗെ മറ്റു നേതാക്കളെയൊക്കെ ഒപ്പം നിർത്തി സൂചിപ്പിച്ചതാണ്.
എങ്ങനെയാണോ BJP ഭരണത്തിലെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായ പോരാട്ടം തുടർന്നത്, ആ നിലയിലുള്ള സൃഷ്ടിപരമായ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തുടരുക തന്നെയും യോജിച്ച പോരാട്ടം തുടരും. ആ നിലയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക് എത്താൻ പോകുന്നതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ സൂചന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഐക്യമാണ് ആ വാക്കുകളിൽ കാണാനായത്. ഏതായാലും പുതിയ സർക്കാർ, ആ സർക്കാർ നേരിടുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം ചേർന്നുള്ള ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്.